അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ രാഗി കൊണ്ട് ഒരു പലഹാരമാണ് കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. 2 പ്രാവശ്യം ഇടുമ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഈസ്റ്റ് 2 പ്രാവശ്യം ഇട്ടത് കാണിച്ചത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള പൊടി 1.5 കപ്പ് രാഗി പൊടിച്ച പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പും രാഗിപ്പൊടി തന്നെ എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ 1.5 കപ്പും 1/2 കപ്പ് ഗോതമ്പ് എടുത്തുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. ഈ പാല് കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഈ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ കൈ വെച്ച് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ബണ്ണിനൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് എണ്ണ തൂവി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് 2 സവാള ചെറുതായി മുറിച്ചെടുത്തതും 2 പച്ചമുളക് മുറിച്ചെടുത്തതും ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 തക്കാളിയും ചെറുതാക്കി മുറിച്ചതും കൂടിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഈ തക്കാളി ഒന്ന് കുഴഞ്ഞ് വരുന്നത് വരെ ഒന്ന് അടച്ച് കൊടുക്കാം. തക്കാളി കുക്കായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ക്യാരറ്റ് ചീകിയെടുത്തതും 1 പകുതി ക്യാപ്സിക്കം ചെറുതായി മുറിച്ചെടുത്തതും കൂടിയാണ്. ഇനി ഇതൊന്ന് അടച്ച് കൊടുത്ത് ഒന്ന് കുക്കായതിന് ശേഷം തുറന്ന് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ 1 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. ഈ ചിക്കൻ ഞാൻ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തതാണ്, മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇനി ഈ ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ മസാല തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ചിക്കൻ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ മുട്ട ഉണ്ടെങ്കിൽ അത് വെക്കാം. അതല്ല വെജിറ്റബിൾ മാത്രമാണുള്ളത് വെച്ചാൽ വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായത് കൊണ്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് തുറന്ന് നോക്കാം. 3/4 മണിക്കൂറായിട്ടാണ് മാവ് കുഴച്ച് വെച്ചിട്ട്. പിന്നെ നമ്മുടെ രാഗിപ്പൊടി ആയത് കാരണമാവും വല്ലാതെ ഒന്നും പൊന്തി വന്നിട്ടില്ല. മൈദമാവാണെങ്കിൽ നല്ലതുപോലെ പൊന്തി വരുമല്ലോ. ഇനി ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് ഞാനിപ്പോൾ ഓവനിൽ വെക്കുന്ന അതേ ട്രേയിലേക്ക് ഒന്ന് എണ്ണ തൂകിയതിന് ശേഷം കൈ വെച്ചൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ട്രേ ഫുള്ളായി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാല വെച്ച് കൊടുക്കാം. സൈഡിലേക്ക് ആവാത്ത വിധത്തിൽ വേണം മസാല ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഓവനിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല കേട്ടോ. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ തന്നെ അടുപ്പത്ത് വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ സോസേജ് ബൺ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ളും ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഉരുള കൊണ്ട് ഇതിൻ്റെ മുകളിലും ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ളും
പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് തന്നെ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 20 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാഗി ആയത് കാരണം നമുക്ക് എത്ര ഉണ്ട് അറിയില്ലല്ലോ. പിന്നെ ഞാൻ 10 മിനിറ്റും കൂടെ വെച്ച് അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാഗി കൊണ്ട് ഉണ്ടാക്കിയ ബണ്ണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ബണ്ണിൻ്റെ മുകളിലായി കുറച്ച് ബട്ടർ തൂക്കി കൊടുക്കാം. ബട്ടർ തൂക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവുമല്ലോ. നല്ലൊരു അടിപൊളി ബണ്ണ് തന്നെയാണ് കേട്ടോ. രാഗി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും നല്ലൊരു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി രാഗി കിട്ടുമ്പോൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല സോഫ്റ്റാണെന്ന്. പിന്നെ മൈദയുടെ പോലെ ഇങ്ങനെ വീർത്തിട്ടില്ല എന്ന് മാത്രം. നല്ലൊരു അടിപൊളി ബണ്ണ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.